2024 നവംബർ മാസം 8 തിരുപ്പൂർ ജില്ലയിലെ കാരണംപേട്ടയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി 11:30 രണ്ട് സ്ത്രീകൾ വളരെ പരവേശത്തോടുകൂടി ഓടി വരികയാണ്. അതിൽ ഒരു സ്ത്രീക്ക് ഒരു 50-55 വയസ്സുണ്ടാകും, മറ്റൊരു സ്ത്രീക്ക് 28 വയസ്സ്. സ്റ്റേഷനിലേക്ക് കയറി വന്ന ഉടനെ ഈ 28 വയസ്സുള്ള സ്ത്രീ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സർ, എന്റെ മകനെ വൈകുന്നേരം മുതൽ കാണാനില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു, കണ്ടെത്താൻ സാധിച്ചില്ല. ദയവ് ചെയ്ത് മകനെ കണ്ടെത്തി തരണമെന്ന് കരയാൻ തുടങ്ങി. പോലീസ് അവരോടും എന്ത് സംഭവിച്ചുവെന്ന് സമാധാനത്തോടു കൂടി പറയാൻ ആവശ്യപ്പെട്ടു. എന്റെ പേര് അനിത നായിക്. എന്റെ സ്വന്തം സ്ഥലം ഒഡീസയാണ്. അവിടെ കഞ്ചം ജില്ലയിലെ സുറാമണി എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോ ഇവിടെ തൊട്ടടുത്തുള്ള സങ്കോത്തിപ്പാളയം ഗ്രാമത്തിൽ ഒരു ബെന്നിയൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എന്റെ മകൻ 6 വയസ്സായ ഗണേഷ്. ഞാൻ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. കമ്പനി ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു അമ്മയുടെ പക്കലാണ് എന്റെ മകൻ ആക്കിയിട്ട് പോവുക. വൈകുന്നേരം വരെയും അവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തിന് ശേഷം അവനെ കാണാനില്ല. ഞാൻ 7:30 മണിയോടുകൂടി വീട്ടിൽ വന്നു. വീട്ടിൽ മകൻ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം കൂടെ ജോലി ചെയ്യുന്നവരും അവനെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു നോക്കി. പക്ഷെ എവിടെയും അവനില്ല. തൊട്ടടുത്ത് തളർന്നു നിന്നിരുന്ന 50 വയസ്സുള്ള സ്ത്രീയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അനിത ജോലിക്ക് പോകുമ്പോൾ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്. അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് സാധാരണ അവൻ വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കും. ക്വാർട്ടേഴ്സിനുള്ളിലാണ് താമസിക്കുന്നത്. ആ ക്വാർട്ടേഴ്സിലുള്ള മറ്റു കുട്ടികളുമായി അവൻ കളിക്കാറുണ്ടായിരുന്നു. വീടിന് മുൻപിൽ തന്നെയാണ്. അവൻ ആ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോകാറില്ല. പക്ഷെ പെട്ടെന്ന് ഇന്ന് കാണാതായി. വൈകുന്നേരം ഒരു 4:30-5 മണിയോടുകൂടി ഞാൻ അവനെ പാല് കുടിക്കാനായി വിളിച്ചു. കളിച്ചുകൊണ്ട് നിന്ന് അവൻ വീടിനുള്ളിൽ കയറി പാല് കുടിച്ചുകൊണ്ട് തിരികെ പോയി. 1 മണിക്കൂറിന് ശേഷം ചെന്ന് നോക്കിയപ്പോൾ മറ്റു കുട്ടികളെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. പക്ഷെ ഗണേഷിനെ കാണാനില്ല. അവൻ അവിടെ എവിടെയെങ്കിലും കാണും, പുറത്തെവിടെയും പോകില്ലല്ലോ എന്ന് കരുതി ഞാൻ സമാധാനപ്പെട്ടു. എന്നാൽ നേരം ഒരുപാട് വൈകിയിട്ടും അവൻ വീട്ടിൽ വന്നില്ല. എവിടെ തിരിഞ്ഞിട്ടും കണ്ടെത്താനായില്ല എന്നും പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് കേസ് ഫയൽ ചെയ്തു. അവർ താമസിക്കുന്ന ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ പോയി അയൽവാസികളോടും ക്വാർട്ടേഴ്സിലും എല്ലാ സ്ഥലങ്ങളിലും തിരയുന്നു. എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചില്ല. അവിടെയുള്ള ബസ് സ്റ്റേഷൻ, ഓട്ടോ സ്റ്റേഷൻ, എല്ലാ സ്ഥലങ്ങളിലും അവനെ തിരയാൻ തുടങ്ങി.